അയ്യോ ആരിത്? നമ്മുടെ ലത ചേച്ചിയല്ലോ. ഹായ് ലത ചേച്ചി. ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ഫ്രണ്ട്സേ. അപ്പോൾ ആദ്യം ഞാൻ വിളിച്ചതുപോലെ നമ്മുടെ ആർട്ടിസ്റ്റ് ലത ചേച്ചിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ എന്തായാലും ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ്. അത് ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ നല്ല തമാശ ഫീൽ ചെയ്തു. നല്ല തമാശയായിട്ട് തോന്നിയിട്ട് തന്നെയാണ് ഇതിനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് റിയാക്ഷൻ വീഡിയോ ആകുമ്പോൾ അറിയാമല്ലോ, ആദ്യം ചെറിയൊരു ക്ലിപ്പ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്ലിപ്പ് അല്ല കേട്ടോ, ആ വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ. ആരാ ഇത്? ലത ചേച്ചിയല്ലേ ആർട്ടിസ്റ്റ്? ചേച്ചി നമസ്കാരം. ഒരു മിനിറ്റ് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സുധിച്ചേട്ടന്റെ കൂട്ടുകാരനല്ലേ ആർട്ടിസ്റ്റ്? ഒരു കാര്യം ചോദിക്കാനുണ്ട്. അല്ല ആരിത്? ആർട്ടിസ്റ്റ് ലത ചേച്ചിയല്ലേ? അതെ അതെ അതെ, അവർ ആർട്ടിസ്റ്റ് തന്നെയാണ് കേട്ടോ. അയ്യോ എൻ്റെ പൊന്നോ, എന്തൊരു അഭിനയം, നാച്ചുറലായിട്ടുണ്ട്. അത് അഭിനയമാണെന്ന് ആരും പറയുകയില്ല. ഈ ചേച്ചിയെക്കാട്ടി നല്ലോണം അഭിനയിച്ചെന്ന് എനിക്ക് തോന്നുന്നത് ചേച്ചിയുടെ കൂടെ വന്നിട്ട് ആ ഓട്ടോയുടെ പുറകിലോട്ട് മാറിപ്പോയ ഒരു ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചിയാണെന്നാ. ഇവിടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ ഒരാൾ നിൽപ്പുണ്ടെന്നോ ക്യാമറ എടുത്തുണ്ടെന്നോ ഒന്നും അറിയത്തില്ല. ആ ചേച്ചിയുടെ ഭാവത്തിൽ നിന്ന് മനസ്സിലാവത്തേ ഇല്ല. സത്യം പറഞ്ഞാൽ നല്ല നാച്ചുറലായിട്ടുള്ള അഭിനയം. സത്യത്തിൽ അവർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല, അവർ ആർട്ടിസ്റ്റ് തന്നെയാണ്. പക്ഷേ എനിക്കൊരു സംശയം, ഈ ആർട്ടിസ്റ്റുകളൊക്കെ പുറത്തു പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ മൈക്കും കുത്തി വെച്ചിട്ടാണോ പോകുന്നത്? എനിക്കറിയാമല്ലോ. അല്ല, ഇപ്പൊ ഇങ്ങനെ ഒരു ചെറിയൊരു തമ്പനയിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ബുദ്ധി ഉള്ളവൻ എന്തുകൊണ്ട് തുടക്കത്തിൽ ആ ക്യാമറ എടുത്ത് നെഞ്ചി കുത്തി വെച്ച് കൊടുത്തു? ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ചെന്നാൽ ഇതൊന്ന് വെക്കെന്ന് പറഞ്ഞ് കൊടുത്തിരുന്നെങ്കിൽ അതിനൊരു നാച്ചുറലായിട്ട് ഫീൽ ചെയ്തേനെ. ഇതിപ്പം ഈ ചേച്ചി ഒന്ന് നിൽക്കുക, ആരാ എന്നിങ്ങനെ പറയുമ്പോഴേ ചേച്ചിയുടെ നെഞ്ചത്തിരിപ്പുണ്ട് മൈക്ക്. പക്ഷെ അവിടെ മാത്രം തെറ്റിപ്പോയി. ബാക്കിയെല്ലാം പക്ക നാച്ചുറലായിരുന്നു, പക്ക നാച്ചുറൽ അഭിനയമായിരുന്നു. ഒരു രക്ഷയില്ല ചേച്ചിയുടെ അഭിനയം പക്ക നാച്ചുറൽ അഭിനയമായിരുന്നു. പിന്നെ എൻ്റെ ഒരു സംശയം, നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല, ചേച്ചി ആർട്ടിസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്. അപ്പം മൈക്ക് സ്വാഭാവികമായിട്ടും പോകുന്നിടത്തെല്ലാം വെച്ചുകൊണ്ട് പോകുമായിരിക്കും. കാരണം ഏത് സമയത്താണ് ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ ആൾ വരുന്നതെന്ന് അറിയത്തില്ല. അപ്പം പിന്നെ മൈക്കിന് വേണ്ടി തപ്പി ആ ഇൻ്റർവ്യൂ നഷ്ടമാകണ്ടെന്ന് വിചാരിച്ച് വെച്ചുകൊണ്ട് പോയതായിരിക്കും. സത്യം അതായിരിക്കും. എന്തെങ്കിലുമൊക്കെ ആട്ടെ, നമുക്ക് അടുത്ത വീഡിയോ അടുത്ത അവർ പറഞ്ഞതൊന്നും കേട്ടു നോക്കാം. സുധിച്ചേട്ടന്റെ മരണശേഷമാണല്ലോ ഈ രേണു എന്ന് പറയുന്ന ആ സ്ത്രീ ഈ ഫീൽഡിലേക്ക് വന്ന് ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അല്ലല്ല, താൻ എന്താണ് പറഞ്ഞത്? രേണു സുജിയുടെ മരിച്ചതിന് ശേഷം രേണു ഭയങ്കരമായിട്ടും വീഡിയോയിൽ വന്ന് കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെന്നോ? താൻ ഉദ്ദേശിച്ചത് എന്താണ്? കാര്യങ്ങൾ കാണിക്കുന്നു എന്ന് പറയുന്ന ആ കാര്യങ്ങൾ എന്താണ് എന്നൊന്ന് പറയണേ. അല്ല, നമ്മളാരും ആ കാര്യങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ കാണിക്കുന്നു എന്ന് പറഞ്ഞത് ഒന്ന് പറഞ്ഞേക്കണേ. ഓക്കെ. എനിക്കൊരു സത്യാവസ്ഥ അറിയണമെന്നുണ്ട്. സുധിച്ചേട്ടൻ എന്തെങ്കിലും രേണുവിനെ കുറിച്ച് ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ? എന്താണ് അവരെ കുറിച്ച്, ഇപ്പോഴത്തെ രേണു എന്ന് പറയുന്ന ആ ഒരു അവരെ കുറിച്ച് എന്താണ് അഭിപ്രായം? പിന്നെ ഒരു സുചേട്ടൻ്റെ അമ്മയാണല്ലോ ചെന്ന് സങ്കടങ്ങളും പരാതികളും ഒക്കെ പറയാൻ. പിന്നെ വേറെ ഒരു കാര്യമാണ് ചേട്ടൻ പെട്ടെന്ന് ചോദിച്ചോണം. കാരണം രേണുവിനെ കുറിച്ച് കാര്യങ്ങൾ പറയാൻ മുട്ടി നിൽക്കുവാണ് ചേച്ചിക്ക്. ആ ഫേസ് കണ്ടാലേ അറിയാം. കാരണം ഇന്നലെ ഉറക്കം ഒഴിഞ്ഞിരുന്ന് സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. മറന്നു പോകുന്നതിന് മുമ്പേ ചോദിച്ചോ. രേണു ഭർത്താവ് മരിച്ചത് ഒരു അനുഗ്രഹമായിട്ട് നടക്കുന്നതാണ് രേണു. ആണോ? അനുഗ്രഹമായി കാണുന്നവളല്ല, അനുഗ്രഹം കിട്ടിയവളാണ് രേണു എന്ന് പറയുന്നതായിരിക്കും ശരി. അല്ലാതെ ഭർത്താവിനെ കൊന്നിട്ട് കണ്ടവന്മാരുടെ പുറകെ പോണു എന്ന് പറഞ്ഞില്ലല്ലോ. വലിയ താങ്ക്സ്. മക്കളെന്ന് വെച്ചാൽ ജീവൻ തുല്യം സ്നേഹിക്കുന്നതാണ് നമ്മളെ മക്കളെ. അതെ ചേച്ചി, പ്രസവിച്ചിട്ടുള്ള എല്ലാ അമ്മമാരും മക്കളെ ജീവന് തുല്യമാണ് കാണുന്നത്. ചേച്ചി മാത്രമല്ല കേട്ടോ. അല്ല, ചേച്ചി മക്കളെ ജീവന തുല്യം കാണുന്നതിനകത്ത് നമ്മളൊന്നും അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും കൊമ്പ് വല്ലതും അഡീഷണൽ ആയിട്ടുണ്ടോ, സ്പെഷ്യലായിട്ട് വല്ലതും ഉണ്ടോ? എനിക്ക് ഒന്ന് പറയണേ. ഞങ്ങളെ കുഞ്ഞുങ്ങളുടെ കൂടെ ഒന്ന് കാണിക്കാനാ, അറിയാത്തോണ്ട് ചോദിച്ചേട്ടാ. എന്റെ സ്വന്തം ഇഷ്ടം, അതായത് സ്വന്തം സുഖം. കാരണം രേണുവിന് സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. പിന്നെ സെറ്റിൽ പോകുമ്പം അവിടുത്തെ ഭക്ഷണം കഴിക്കുക അല്ലാതെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുമോ സെറ്റിലോട്ട് അവർക്ക് കഴിക്കാൻ? എന്താ ചേച്ചി ഇത്? ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം. ചേച്ചി പിന്നെ പ്രോഗ്രാമിന് പോകുമ്പോൾ അവള് ഡ്രസ്സ് ഇടാതെ മുഴുവനെ പോകണമെന്നാണോ ചേച്ചി പറയുന്നത്? എന്താ ചേച്ചി ഇത്? ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കറങ്ങാം. വേണ്ട, ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊന്നും കറങ്ങണ്ട. ഈ ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലം രേണു ഇരിക്കുന്നിടത്തോട്ടിങ്ങ് വരും. അപ്പോൾ ഒക്കെ യാത്ര ചെയ്യണ്ട. എങ്ങനെ മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കറങ്ങാം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണേ. അപ്പോൾ ഷൂട്ടിങ് നടക്കുന്ന സ്ഥലം, ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, ഇവൾ അങ്ങോട്ട് പോകുമ്പോഴല്ലേ അത് കറക്കം വന്ന് യാത്ര ചെയ്യുന്നതൊക്കെ വന്ന്. വേണ്ട, രേണു ഇരിക്കുന്നിടത്തോട്ട് വന്നോട്ടെ. അപ്പോൾ പ്രശ്നം തീർന്നല്ലേ? ചേച്ചി ഒന്ന് പറഞ്ഞ് നോക്ക് ആ സ്ഥലത്തിനോട്, ഇങ്ങോട്ട് പോരെന്ന്. നിങ്ങൾ എന്തിൻ്റെ ആർട്ടിസ്റ്റ് എന്നാ പറഞ്ഞത്?
അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഇനി ഇത്ര അങ്ങോട്ട് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തൃപ്തി ആവുന്നതേ ഇല്ല. എനിക്ക് നാഗചേച്ചി ഇറക്കിയാലേ പറ്റത്തുള്ളൂ. എന്നാലേ എനിക്ക് ബാക്കി വീഡിയോ പറയാനായിട്ടൊക്കെ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ശരിക്കും നോക്കി ഇതൊക്കെ ഏതാണോ, ഇതൊക്കെ എവിടുന്ന് ഇറങ്ങി വരുന്ന ഈ ഇതുങ്ങളെയൊക്കെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. സത്യത്തിൽ നാഗചേച്ചിയുടെ ഈ വീഡിയോ അല്ല ഇവിടെ ഇടേണ്ടുന്നത്. എന്നാൽ എനിക്കൊരു ഇച്ചിരി മാന്യത ഉള്ളത് കൊണ്ട് തൽക്കാലം ഞാനത് ഇടുന്നില്ല. പക്ഷേ ബാക്കിയും കൂടി ഇങ്ങോട്ട് കേട്ട് വരുമ്പോൾ ഇടണമെന്ന് തോന്നിയാൽ ഞാൻ ആ മാന്യതയൊക്കെ അങ്ങ് മറക്കും. ഞാൻ ഇടും വീഡിയോ, കേട്ടാ? ബാക്കി പറ. കാരണം ആരെങ്കിലും നോക്കിക്കോട്ടെ മക്കളെ. നമ്മൾ ഒരു ദിവസം ഒരു സമയം മക്കളെ ഒരു വിളി കേട്ടില്ല. എനിക്ക് 2 പെൺപിള്ളേരാണ്. അവരെ ഒരു വിളി ഒരു ദിവസം നമ്മൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെഞ്ചിനകത്ത് തീയാണ്. എൻ്റെ പൊന്നമ്മച്ചി, ആരെങ്കിലും അല്ലല്ലോ നോക്കുന്നത്. അവളുടെ അച്ഛനും അമ്മയും അല്ലേ നോക്കുന്നത് കുഞ്ഞിനാ. കാരണം ഈ ലോകത്ത് നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടാണ് അവൾ പോകുന്നത്. അത് പിന്നെ എങ്ങനെയാവും? ആരെങ്കിലും നോക്കിക്കോ ഒന്ന് എറിഞ്ഞുകൊണ്ട് പോകുന്ന ആ പ്രസ്താവന ശരിയല്ല. ഞാൻ വേറൊരു സംശയം ചോദിച്ചോട്ടെ. ചേച്ചി ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്നു. ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല, സത്യസന്ധമായിട്ട് ഞാൻ പറയാം. അപ്പോൾ ചേച്ചി ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരിക്കാം, ഓക്കെ. അപ്പോൾ ചേച്ചിക്ക് 2 പെൺമക്കളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് എങ്ങനെയാ 2 കുഞ്ഞുങ്ങളെയും ഓരോ കഷത്തെടുത്ത് വെച്ചുകൊണ്ടാണോ പോകുന്നത്? അതോ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് എനിക്ക് നാടകത്തിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് റിജക്റ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അതല്ല, കുഞ്ഞുങ്ങളെ ഏതെങ്കിലും വീട്ടിലിരുത്തിയിട്ടാണോ പോകുന്നത്? വരുന്നത് വരെ ഒന്ന് സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടാണോ പോകുന്നത്? അതൊക്കെ സുരക്ഷിതമാണോ ചേച്ചി? അപ്പോൾ ചേച്ചി അവിടെ കൊച്ചുങ്ങളെ ആരെങ്കിലും നോക്കിക്കോ എന്ന് പറഞ്ഞ് എറിഞ്ഞു കൊടുക്കുമല്ലേ? അതോ പോകുന്നതിന് മുമ്പ് വല്ല ഷോക്കേഴ്സ് ഉണ്ടാക്കി അത് പൂട്ടി താക്കോലും കൊണ്ടാണോ പോകുന്നത്? അല്ല, എനിക്കറിയാൻ പറ്റുകൊണ്ട് പറഞ്ഞാൽ. ഇപ്പം താങ്കളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഒരിക്കലും പറഞ്ഞുകൂടാത്ത ഏറ്റവും വിവരം കെട്ട ഒരു വാർത്തയാണ് താൻ ഈ പറഞ്ഞത്. കുഞ്ഞുങ്ങൾ ആരെങ്കിലും നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ പോകുന്നിടത്തെല്ലാം കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നെങ്കിൽ ഓക്കെ. അതല്ലെങ്കിൽ പൊന്നു മോളെ, നീ എവിടുത്തെ ആർട്ടിസ്റ്റ് ആടി എന്നേ എനിക്ക് ചോദിക്കാൻ പറ്റൂ, കേട്ടാ? പിന്നെ അപ്പം ചേച്ചി നാടകത്തിന് പോകുമ്പോൾ അവിടെ സെറ്റിൽ നിന്ന് കിട്ടുന്ന പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം ചേച്ചി കഴിക്കാറില്ല? അത് വീട്ടിലോട്ട് ഇനി കൊണ്ടുവരുവാണോ ചെയ്യുന്നത്? അതോ ഈ പരിപാടി സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഫുഡ് വേണ്ട, എൻ്റെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നില്ലോ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് കെട്ടി ഉണ്ടാക്കി കൊണ്ടുപോയി അവിടെ നിന്ന് കഴിക്കുകയാണോ ചെയ്യുന്നത്? ഒരു സംശയമാണ്. 2, ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞു, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുകയെന്ന്. അപ്പോൾ ക്യാരക്ടറിനനുസരിച്ചുള്ള ഡ്രസ്സ് ചേച്ചി ധരിക്കാറില്ല? ചേച്ചിക്ക് ഡ്രസ്സ് ഇടാതെ നിന്ന് അഭിനയിക്കുന്നതാണോ ഇഷ്ടം? പിന്നൊരു കാര്യമുണ്ടല്ലോ, അപ്പോൾ ചേച്ചി നാടകത്തിന് പോകുമ്പോൾ നാടകം എവിടെയാണ് അവതരിപ്പിക്കുന്ന ആ സ്ഥലത്തോട്ടല്ലേ പോകേണ്ടുന്നത്? അപ്പോൾ ചേച്ചി അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് യാത്ര ചെയ്യാൻ വയ്യ, സ്ഥലങ്ങൾ കാണണ്ട, അതുകൊണ്ട് ആ നാടകത്തിൻ്റെ സ്റ്റേജ് ചേച്ചി നിൽക്കുന്നിടത്തോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കളിക്കുകയാണോ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലായില്ല ചേച്ചിയുടെ ഒരു പ്രസ്താവന. ഒരു ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് രേണുസുതിയെ മുമ്പ് പറഞ്ഞതിൻ്റെ ഒരു റിയാക്ഷനാണ് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത്. ഇതെൻ്റെ ന്യായമായ ചോദ്യങ്ങൾ തന്നെയാണ്. ചേച്ചി ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒരു റിപ്ലൈ തരണേ, കേട്ടോ? ബിഗ് ബോസിൽ ഈ കാണിക്കും ഇത്രയും ജനങ്ങൾ ഈ പറഞ്ഞ ഞാനും കാണുന്നതാണ്. ഞാനും ഒരു ആർട്ടിസ്റ്റാണ്, വേറെ ആർട്ടിസ്റ്റിനെ കുറ്റം പറയണതല്ല. പക്ഷെ നമ്മളെ പോലെയുള്ള ഒന്നടങ്കമുള്ള ആർട്ടിസ്റ്റിനെ അതായത് കീറി മുറിക്കുകയാണ് ഇപ്പം. ബിഗ് ബോസിനകത്ത് ചെന്നിട്ട് അവൾ ഒന്നും കാണിക്കുന്നില്ലെന്നാണ് ജനങ്ങളുടെ മുഴുവൻ പരാതി. അപ്പോൾ അവൾ ബിഗ് ബോസിൽ ചെന്നിട്ട് നിങ്ങൾ 2 പേരെ മാത്രമായിട്ട് എന്താണ് കാണിച്ചത് മനസ്സിലാവുന്നില്ല. ഒന്ന് പറഞ്ഞു തരണേ. നിങ്ങൾ കുറേ കാര്യങ്ങൾ നമ്മളെ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഡോണ്ടു അത് പറ്റില്ല, അവൾ കാണിച്ചെന്താന്ന് പറയണം, പറഞ്ഞേ പറ്റൂ പ്ലീസ്. അയ്യോ, ചേച്ചിയും കാണുന്നുണ്ടോ? അല്ല, ഇപ്പറഞ്ഞ ഞാനും കാണുന്നുണ്ടോ എന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് ചോദിച്ചാ. ചേച്ചിക്ക് അതിനൊക്കെയുള്ള സമയമുണ്ടോ ചേച്ചി വീഡിയോ ഒക്കെ കാണാൻ? ചേച്ചിയുടെ വിശാല മനസ്സ്. പിന്നെന്താ പറയുന്ന, രേണുസുതി ആർട്ടിസ്റ്റിനെ മുഴുവൻ കീറി മുറിക്കുന്നോ? സത്യത്തിൽ എനിക്ക് ആ പ്രസ്താവന എന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല. മനസ്സിലാവാത്ത ഒരു ഭാഷയിൽ കുറേ കിടന്ന് അതും ഇതൊക്കെ പറഞ്ഞതിന് എങ്ങനെ മറുപടി തരുന്ന? അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായ ഭാഷയിൽ ഇതിനൊരു മറുപടി ഞാനങ്ങ് തന്നാലോ? ഈ ആർട്ടിസ്റ്റുകളെ കീറി മുറിക്കുന്നു എന്ന് പറഞ്ഞതിൽ അമ്മച്ചിയെ കണ്ടിട്ട് കുറേ കൊല്ലമായിട്ട് ഈ ആർട്ടിസ്റ്റായിട്ട് ഈ ഓരോ ഫീൽഡിൽ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങളെപ്പോലെ ഉള്ള എന്ന് പറയുമ്പം ആ ഏജിലുള്ളവരായിരിക്കുമല്ലോ കൂടുതലും. അവരെ കീറി മുറിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും കൊല്ലവും കിടന്ന് ഇങ്ങനെ തുഴഞ്ഞിട്ടും കരയെത്താതെ നടുക്ക് തന്നെ നിൽക്കുന്ന അമ്മച്ചി രേണുസുതി ഒന്ന് വന്നപ്പോഴത്തേക്ക് ദൈവം ഒരു പാലം ഇട്ടുകൊടുത്ത് ഓട്ടിച്ചങ്ങ് അപ്പുറം കയറ്റി. അത് കണ്ടിട്ടല്ലേ നിങ്ങളെ കീറി മുറിഞ്ഞത് നിങ്ങളുടെ ഹൃദയം? യെസ്, അത് തന്നെ, അല്ലാതെ വേറെന്താണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് തന്നെയാണ് സംഭവം. രേണുവിനെ ഇട്ടുകൊടുത്ത പാലം ആരാന്നറിയണ്ടേ? ആരും കെട്ടിക്കൊടുത്തതല്ല, ദൈവം ഇട്ടുകൊടുത്ത പാലമാണ്. അവൾ അതിലേക്ക് കൂടെ ഓടി അങ്ങ് കയറി. നടന്നു പോയാലും കുഴപ്പമില്ല, പാലമല്ലേ, അങ്ങനെ അക്കരെ എത്തിക്കോളും. അത് നല്ല വൃത്തിയാണ്, അറിയാം.
പക്ഷെ എന്ത് ചെയ്ത് രേണു ഓടി അങ്ങ് കയറി. അവൾ ഈ പറഞ്ഞ കണക്ക് മഴവെള്ളപ്പാച്ചിൽ ഒഴുകി വന്നതല്ലേ, കിട്ടുന്നിടത്തോളം കിട്ടട്ടെ. അവൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങി വരണമെന്ന് ആഗ്രഹിച്ച് വന്നവളല്ല. അവൾ വരുത്തിയതാരാണ്? ദൈവം. അപ്പോൾ അവിടെ ഇവിടെ മറ്റേടത്തും കിടന്ന് ഹൃദയം കീറി മുറിക്കുന്നു, എന്ത് കാണിക്കുന്നു ഏത് കാണിക്കുന്നു ആരും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവളെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളായത് കൊണ്ട്. ഇപ്പറയുന്ന ഞാനും ഒരുപാട് വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നതാണ്, കലാരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഈ ചേച്ചി പറഞ്ഞ കണക്ക് ഞാൻ ഒരുപാട് സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്, ഒത്തിരി ഒരു 4-5 സിനിമകളോളം അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ 4 സിനിമ റിലീസ് ആവാനുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ചേച്ചി എന്നെ മനസ്സിലാക്കുന്നുണ്ടോ അറിയുന്നില്ല. എന്തോ ചേച്ചി, നമ്മുടെ തലയിൽ ദൈവം വരച്ചിട്ടില്ല, സമയമാവുമ്പം അതിനുള്ളൊരു ഫലം നമുക്ക് കിട്ടും. സമാധാനിക്കും ചേച്ചി, കീറി മുറിച്ച മനസ്സ് ഒന്ന് സമാധാനമായിട്ട് വെച്ചുകൊണ്ടിരിക്കും. കച്ചവടം ചെയ്യാണ്. കാരണം സുധി എന്നൊരു പേര് വെച്ച് ഈ രേണു കച്ചവടം ചെയ്യേ. കിലോയ്ക്ക് എത്ര ചേച്ചി റേറ്റ്? ചേച്ചി മേടിച്ചായിരുന്നോ? എത്ര കിലോ മേടിച്ച്? കാരണം പിന്നെ കുളിക്കണില്ല 5 ദിവസം, ഒരു ദിവസം നമുക്കൊന്ന് ഒരു നേരം കുളിക്കാതിരിക്കാൻ പറ്റണില്ല. അയ്യോ ചേച്ചി ഒരു ദിവസം പോലും കുടിക്കുക, ഒരു ദിവസമൊന്നുമല്ല, ഒരു നേരം കുടിച്ചില്ലെങ്കിൽ ചേച്ചിക്ക് ഏതാണ്ട് പോലെ ഇറിറ്റേഷനാണ്. അതായത് ഈ നമ്മൾ ഗുളിക കഴിക്കുന്ന പോലെ ചേച്ചി ദിവസം 3 നേരം കുടിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയിൽ. ഗുളിക പോലും ഒരു നേരം കഴിക്കേണ്ടാത്ത ഗുളിക കാണും. പക്ഷെ ചേച്ചി അങ്ങനല്ല, ചേച്ചി 3 നേരവും കുളിക്കും. അപ്പോൾ എൻ്റെ പൊന്നു ചേച്ചി, ശരീരത്തിലെ അഴുക്ക് നമ്മൾ കുളിക്കുമ്പോൾ അങ്ങ് പോകും. പക്ഷെ തങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരിക്കുന്ന അസൂയ, കുശുമ്പ്, ഏഷണി, ഈ അഴുക്ക് എങ്ങനെ കഴുകിക്കളയാനാണ് പ്ലാൻ? നിങ്ങളായിട്ട് കഴുകിക്കളഞ്ഞാൽ നല്ലത്. അത് ദൈവം വന്ന് പമ്പെടുത്തു കഴിഞ്ഞാൽ അത് ഇച്ചിരി വേദനിക്കും. അതുകൊണ്ട് അതൊക്കെ അങ്ങ് ഒഴുക്കി കളഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. ഇപ്പം ഇവരുടെ കാശില്ല, കൊച്ചിന് സ്കൂളിൽ പോവാൻ ബാഗ് വാങ്ങിക്കാനില്ല, കൊച്ചിന് ആഹാരം കൊടുക്കാനില്ല, കൊച്ചിന് റേഷൻ അരിയാണ് കൊച്ചു കഴിക്കുന്നത്. പക്ഷെ അവർക്ക് ബ്യൂട്ടി പാർലറിൽ പോകാനും കൂടി വെക്കാനും ബാക്കി എല്ലാത്തിനും അവർക്ക് കാശുണ്ട്. മുന്തി ഹോട്ടൽ, അവർക്ക് ഒരു സുഖം, സ്വന്തം സുഖം. ചേച്ചിയുടെ ഈ സംസാരത്തിന് എനിക്കൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ, അതാണ് ഈ വീഡിയോ. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവ ഇന്ന് ഇറങ്ങിക്കോണം. ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന്. എന്റെ പൊന്നു ചേച്ചി, ആർട്ടിസ്റ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ ചേച്ചി? ചേച്ചിക്ക് ഇതൊരിക്കും നേരം എടുത്തില്ല ചേച്ചി. ഇവക്ക് ഓരോ ഫേഷ്യൽ ചെയ്ത് കൊടുക്കുന്നാലും, മൈക്രോഡിങ് ചെയ്ത് കൊടുക്കുന്നാലും, ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് കൊടുക്കുന്നാലും ഇതൊന്നും അവിടെ പൈസ കൊടുത്ത് ചെയ്യുന്നതല്ല ചേച്ചി. അവരുടെ സ്ഥാപനങ്ങൾക്ക് അവർക്ക് പരസ്യം കിട്ടാൻ വേണ്ടിയും അവരുടെ വ്യൂ കൂടാൻ വേണ്ടിയും ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയും അപ്പോഴപ്പോഴെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ചേച്ചി. ഇതുപോലും ഓറഞ്ഞുകൂടാ. ഷോ, ഒരു വിറ്റ് കഥാപാത്രം തന്നെ പോയിച്ചു ഒറ്റ അടി അങ്ങോട്ട് വെച്ച് വന്നിട്ടല്ലോ. ഷേ, നമ്മളെല്ലാവരും ആർട്ടിസ്റ്റാണ്. പക്ഷെ നമ്മളിപ്പം ഒരു സീനിൽ നിന്ന് നമ്മൾ അഭിനയിക്കുക, പേറായിട്ട് അഭിനയിക്കുക. പക്ഷെ അഭിനയിച്ചു കഴിഞ്ഞാൽ ആ സീൻ അവിടെ വെച്ച് സാറേ, നല്ല ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ കയറി വരണം. അവരുടെ അഭിനയം കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയില്ല സാറേ. കാരണം ഞാനും അഭിനയത്തിൽ ഡോക്ടറേറ്റ് കിട്ടിയ ഒരാളാണ് ഞാൻ. ഇതാണു നിന്റെ അച്ഛൻ, ചേച്ചി പറഞ്ഞു. ഇതാണു നിന്റെ അച്ഛൻ, അച്ഛൻ പറഞ്ഞു. നീയാണെൻ മകൻ, നിന്റെ അച്ഛൻ എൻ മകൻ അല്ലൻ മകനെ. എങ്ങനെ പ്രായം പ്രാഗിയ മുത്തച്ഛൻ ചൊല്ലി, നിന്റെ അച്ഛൻ എൻ മകൻ അല്ലൻ മകനെ. അല്ല സാർ, ഞാൻ എഴുതിയതാ. എവിടെ പിന്നെ ഇൻസ്പിറേഷൻ കിട്ടി? എന്റെ അച്ഛനെ നോക്കി എന്റെ മുത്തച്ഛൻ പറഞ്ഞതാണ്. എന്ത് കിട്ടിയെന്ന്? അഭിനയത്തിൽ ഡോക്ടറേറ്റ് കിട്ടിയെന്നോ? എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ ഇതൊരിക്കൽ സാധനം കണ്ടിട്ടില്ല. എന്നെ ഒന്ന് കാണിച്ചു തരണേ ചേച്ചി. അല്ല, ഇത് ചേച്ചിക്ക് എന്തിനാ കിട്ടിയത്? എപ്പോഴാണ് കിട്ടിയത്? ആരാ തന്നത്? ഒന്ന് പറയണേ. ഈ വേഷത്തില് ഇന്നലെ ഞാൻ കണ്ടു സാറേ, ഇന്നലെ ഞാൻ കണ്ട് ആ കൊച്ചിന് ഒരിക്കൽ പോലും അതിന്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ ഒരിക്കൽ പോലും ആ കൊച്ചിനെ വിളിച്ച് വിഷയം ചെയ്യുന്നില്ല. ഷെടാ, ഇതിപ്പോ എല്ലാവർക്കും വലിയൊരു സങ്കടമായിട്ട് ഇരിക്കുവാണല്ലോ. ഋതപ്പന് മോഹൻലാൽ ലാലേട്ടനെ കൊണ്ട് ഒരു വിശ്വസ് കിട്ടാത്തതിൽ എന്തൊരു സങ്കടം. പിന്നെ സുധിച്ചേട്ടൻ്റെ പേര് പറയുമ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞ് വിക്ഷുബ്ധിയായിട്ട് നിൽക്കുന്ന എൻ്റെ പൊന്ന് ചേച്ചിയെടുത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഋതപ്പൻ്റെ ബർത്ത്ഡേ 1ാമത്തെ ആയിരുന്നില്ല, 5 വയസ്സിലെ ബർത്ത്ഡേ ആണ് ഇപ്പോൾ ആഘോഷിച്ചത്. അപ്പോൾ ഈ 4 ബർത്ത്ഡേക്കും ചേച്ചി അവിടെ ചെന്ന് ആ കുഞ്ഞിനെ വിഷു ചെയ്തായിരുന്നോ? ഒരു മുട്ടായെങ്കിലും മേടിച്ചു കൊടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ മോനെ, നീ നന്നായി വരട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. പിന്നെ എന്ത് തേങ്ങാക്കറി വന്നിരുന്നുകൊണ്ട് പറയുന്നത്? നിനക്കൊക്കെ നാണമുണ്ടാ? ഇപ്പം എവിടാണ്ട് കിടന്ന് ഓരോ ഞാനൂരുകളും തലപ്പൊക്കിക്കൊണ്ട് വരുവാ. സുചേട്ടൻ പോയപ്പോൾ ഹായ് പറഞ്ഞ ബന്ധവും കൊണ്ട് നാണമാനം ഇല്ലല്ലോ. ഇപ്പം എല്ലാവർക്കും അറിയാം, ഇപ്പം രേണു സുധി എന്ന് പറഞ്ഞൊരു കണ്ടന്റ് എടുത്തിട്ട് ഏത് ഊഞ്ഞാളി ഞാഞ്ഞാളിക്കും കയറി പോവാന്ന്.
എന്തൊരു സങ്കടം, എല്ലാവർക്കും അങ്ങ് സങ്കടം, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അങ്ങ് സങ്കടം. ലാലേട്ടനെ കൊണ്ട് ഹൃദപ്പന് പിന്നെ വിശ്വാസ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഓരോരുത്തർ ഓരോ സ്ഥലത്ത് കിടന്നങ്ങ് മോങ്ങുക. കാരണം ഈ 4 ബർത്ത്ഡേക്ക് ഇവരെല്ലാവരും വന്ന് സഹകരിച്ച് കുഞ്ഞിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കൊടുക്കുകയും അവനെ വിഷ് ചെയ്യുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് പോയ വ്യക്തികളാണേ. അപ്പം അവർക്കൊക്കെ അത് പറയാനുള്ള അവകാശാധികാരമുണ്ട്. ശരിയാ. ഒരു മുട്ടായി പോലും വാങ്ങിക്കൊടുത്ത് വിഷ് ചെയ്യാത്ത അമ്മച്ചി വന്നിന്ന് എൻ്റെ അമ്മച്ചി പോ, എന്നിട്ട് പിന്നെ വാ. ഓക്കെ. ഈ ചേച്ചി ലത എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് കുറെ സിനിമയിലും ഒക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. ഒപ്പം തന്നെ അഭിനയത്തിന് ഡോക്ടറേറ്റ് നേടിയ ഒരു ആർട്ടിസ്റ്റ് ആണ്. ചേച്ചി ആ സിനിമയുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു തരണേ ചേച്ചി. ആ സീരിയലിൻ്റെയും പേര് എനിക്കൊന്ന് കാണാനാ. പിന്നെ ചേച്ചിക്ക് ആ ഡോക്ടറേറ്റ് കിട്ടിയ ആ അഭിനയ മുഹൂർത്തം കൂടി ഒന്ന് പറയണേ. സത്യമായിട്ട് ഇത് കളിയാക്കുമെന്നല്ലോ, ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതുവരെയ്ക്കും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. സീരിയസ് ആയിട്ട് പറയുക. അർത്ഥവത്ത ഒരു വാക്ക് തന്നെയാണ് ചേച്ചി പറഞ്ഞത്. സുധി എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ സ്റ്റാർഡം, അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളുണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ആ ഒരു ഇഷ്ടത്തെ കാശാക്കി ജീവിക്കുന്ന ഒരു സ്ത്രീയായിട്ട് രേണു സുധി മാറി എന്നാണ് ചേച്ചി പറഞ്ഞു വരുന്നത്. തീർച്ചയായും എൻ്റെ പൊന്നെ, ഈ അവതാരകൻ ഈ ചേച്ചി ഇട്ട് ആട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം പോലും മനസ്സിലാവാതെ നിന്ന് വിടരത്തരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. ഈ ഒരാൾ ആക്കുന്നത് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന എൻ്റെ പൊന്നു ചേച്ചി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ നിങ്ങൾ രണ്ടുപേരുടെ ഈ സംസാരത്തിന് എനിക്ക് വേറൊന്നും പറയാനില്ല. ദാണ്ട ഈ ഒരു വീഡിയോ കണ്ടു നോക്കി, എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. കേട്ടല്ലോ, ഇതിൽ കൂടെ എനിക്കൊന്നും പറയാനില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.